ആശങ്കയിൽ. ചിറ്റൂർ നഗരസഭാ പരിധിയിലും സമീപത്തെ 4 പഞ്ചായത്തുകളിലുമാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയെടുത്ത വെള്ളമാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ രാസപദാർത്ഥം കലർത്തി മലിനമാക്കിയത്. കടുത്ത വരൾച്ചയിൽ ചിറ്റൂർ മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നതിനിടയിലാണ് സാമൂഹ്യവിരുദ്ധരുടെ ദുഷ്പ്രവൃത്തി. നിലമ്പതി ഭാഗത്ത് മീൻ പിടിക്കാനെത്തിയവർ ചെക്ക് ഡാമിൽ രാസവസ്തുക്കൾ കലർത്തിയതായാണ് സംശയം. പുഴയിലെ 2.5 കിലോമീറ്റർ പ്രദേശത്തെ വെള്ളത്തിനാണ് കറുപ്പ് നിറവും രൂക്ഷഗന്ധവും അനുഭവപ്പെടുന്നത്. പുഴയിലെ മീനുകളും വ്യാപകമായി ചത്തുപൊങ്ങിയിട്ടുണ്ട്. ചിറ്റൂർ നഗരസഭയിലേക്കും പുതുനഗരം, കൊടുവായൂർ, പട്ടഞ്ചേരി, പെരുമാട്ടി പഞ്ചായത്തിലേക്കുമുള്ള പമ്പിംഗ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന സ്ഥലവും മലിനമായി. ഇതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പരിസ്ഥിതി പ്രവർത്തകനായ എസ് ഗുരുവായൂരപ്പൻ: കുടിവെള്ളം എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. അതോടൊപ്പം ഇവിടുത്തെ വെള്ളത്തിന്റെ ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് തകിടം മറിഞ്ഞിരിക്കുകയാണ്. ജലത്തിൽ ഓക്സിജന്റെ ഡിമാൻഡ് ഹൈ ആയിട്ട് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കളറിന്റെ ഒരു വ്യത്യാസം. പിന്നെ അതുകൂടാതെ ഇതിന്റെ വെള്ളത്തിന് ഫൗൾ സ്മെല്ലുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ വെള്ളം ഒഴുക്കി കളയേണ്ട ഒരു സ്റ്റേജിലേക്കാണുള്ളത്. ഒഴുക്കി കളഞ്ഞാലും ഇനി എത്രത്തോളം കണ്ടാമിനേഷൻ ബാക്കിയുണ്ടെന്നുള്ളവരെ അറിയില്ല. ദിനംപ്രതി 2 ലക്ഷത്തോളം ലിറ്റർ ശുദ്ധീകരിച്ച വെള്ളമാണ് ഇവിടെ നിന്ന് കുടിവെള്ളത്തിനായി ടാങ്കർ ലോറികൾ വഴി കൊണ്ടുപോകാറുള്ളത്. പമ്പിംഗ് സ്റ്റേഷനോട് ചേർന്നുള്ള തടയണ തുറന്നുവിട്ട് മലിനജലം ഒഴുക്കിക്കളയാനാണ് വാട്ടർ അതോറിറ്റിയുടെ തീരുമാനം. വെള്ള സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജലസംരക്ഷണത്തിനായി മഴക്കുഴി നിർമ്മാണ യജ്ഞത്തിന് തുടക്കമിട്ട് CPIM. തിരുവനന്തപുരത്ത് 2 ലക്ഷം മഴക്കുഴികളാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നത്. മഴക്കുഴികളുടെ നിർമ്മാണ ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ